സെക്കൻഡ് ഡേ ആണ് കേട്ടോ. അപ്പോൾ മോർണിംഗ് ആണ്, ഒരു 7 o'clock ആയിട്ടുണ്ട് സമയം. ലേറ്റായിട്ടാണ് ഒത്തിരി കിടന്നത്, അതുകൊണ്ട് താമസിച്ചാണ് എണീക്കാൻ പറ്റിയത്. കുറച്ചുകൂടി നേരത്തെ എണീറ്റിരുന്നെങ്കിൽ കുറച്ചുകൂടി നല്ലൊരു വ്യൂ ആയേനെ, കോടയൊക്കെ കണ്ടേനെ. അപ്പോൾ ഞങ്ങൾ എണീറ്റ് എല്ലാവരും ട്രക്കിങ്ങിനൊക്കെ പോകാനുള്ള റെഡിയാകലാണ്. റൂംസിൻ്റെയൊക്കെ വീഡിയോസൊക്കെ നല്ല അടിപൊളി റൂംസൊക്കെ ആയിരുന്നു, നല്ല നീറ്റ് ആൻഡ് നല്ല ബ്യൂട്ടിഫുൾ ആയിരുന്നു. പക്ഷേ എനിക്ക് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷേ അത് മിസ്സായി പോയി, ഫോണിൽ കാണുന്നില്ല. അപ്പോൾ നമ്മൾ ട്രക്കിങ്ങിന് പോവുകയാണ് കേട്ടോ. നല്ല മഴയായിരുന്നു ഞങ്ങൾ പോയ സമയത്ത്. അത് ഞങ്ങൾ ഓരോ പോയിന്റിലെത്തുമ്പോൾ മഴ പെയ്യും, ഞങ്ങൾ ഓടി എല്ലാവരും ജീപ്പിൽ കയറും. ഭയങ്കര മഴയും നനഞ്ഞ് നല്ല കോടയൊക്കെ കാണാൻ പറ്റി. ഒരു സ്ഥലത്ത് ചെന്നപ്പോൾ മഴയില്ലായിരുന്നു, സെക്കൻഡ് പ്ലേസിലൊക്കെ പോയപ്പോൾ തന്നെ ഭയങ്കര മഴയായിരുന്നു. അപ്പോൾ എല്ലാവരും ഇങ്ങനെ മഴ കാരണം ജീപ്പിൻ്റെ അകത്ത് ഇങ്ങനെ ഇരിക്കുവാണ് കേട്ടോ. ഞങ്ങൾ ഒരു 4 ഫാമിലീസ് ഒരു ജീപ്പിൽ, ബാക്കിയുള്ള 4 ഫാമിലീസ് മറ്റേ ജീപ്പിലായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ബോറടിച്ച് ബേബീസൊക്കെ ഉറക്കമായി കേട്ടോ. ഭയങ്കര കഷ്ടമായി ഇപ്പോൾ ട്രക്കിംഗ് എന്ന് വെച്ചാൽ നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ലായിരുന്നു, ഭയങ്കര ഡിഫിക്കൽട്ട് ആയിരുന്നു, ഭയങ്കര അഡ്വഞ്ചറായിട്ടായിരുന്നു. കൊള്ളാം, നൈസ് എക്സ്പീരിയൻസ്. ഞങ്ങളാദ്യം പോകണ്ടെന്നൊക്കെ പറഞ്ഞു, കുറച്ച് ചേട്ടൻ പറഞ്ഞു വേണ്ട മന്ത്രി ഇത്രയോ മാസമേ ആയിട്ടുള്ളല്ലോ, അതുകൊണ്ട് പോകണ്ട എന്നൊക്കെ പറഞ്ഞു. നമ്മൾ ആദ്യം ഒരു സ്പോട്ടിൽ പോയി, പിന്നെ അവിടെ കുറച്ച് നേരം ഒന്ന് എൻജോയ് ചെയ്ത് അത് കഴിഞ്ഞിട്ടാണ് പിന്നെ അടുത്ത പോയിന്റിലോട്ട് പോയത്. അപ്പോൾ ഒരു സ്ഥലത്ത് ചെന്നപ്പോൾ മഴയില്ലായിരുന്നു, അപ്പോൾ ഞങ്ങൾ നന്നായിട്ട് ഫോട്ടോസൊക്കെ എടുത്തു. പക്ഷേ ഇവിടെ സ്ലിപ്പാകും, അങ്ങനെ നമ്മുടെ കൂട്ടത്തിലുള്ള ഒരു ഫ്രണ്ട് വീണു, പക്ഷെ കുഴപ്പമൊന്നും ഉണ്ടായില്ല കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയായിരുന്നു, നല്ല കോടയുണ്ടായിരുന്നു. അപ്പോൾ പക്ഷേ നമ്മൾ കുട്ടികളായിട്ട് പോകുമ്പോൾ നമുക്ക് കപ്പിളായിട്ട് പോകുമ്പോൾ അത്രയ്ക്ക് എൻജോയ് ചെയ്യാൻ പറ്റില്ല. എന്ന് വെച്ചാൽ അവരുടെ കെയറിൻ്റെ കൂടി നമ്മൾ നോക്കണം. അതുകൊണ്ട് ഞങ്ങൾക്ക് അധികം സെൽഫി ഇതൊന്നും എടുക്കാൻ പറ്റില്ല, ചെറിയ രീതിയിലൊക്കെ എടുത്തു. പിന്നെ നമുക്ക് പേടിയായിരുന്നു, ഇത് സ്ലിപ്പ് ആകുമോ എന്നുള്ളൊരു പേടി ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും നല്ല അവരുടേതായ ഒരു ഫോട്ടോസും കാര്യങ്ങളൊക്കെയാണ് എടുക്കുക. നമ്മൾ ട്രിപ്പ് പോകുന്ന മെയിൻ ഹൈലൈറ്റ് തന്നെ നമ്മൾ ഫോട്ടോസ് എടുക്കുക എന്നുള്ളത് തന്നെയാണ്. ഇപ്പോൾ എല്ലാവരും ഫോട്ടോസൊക്കെ എടുത്തുകൊണ്ടിരിക്കുവാണ്. അവിടുന്ന് ഒരു ഈവനിങ്ങോടെ ഒരു 8 o'clock നമ്മൾ കോയമ്പത്തൂർ ആദിയോഗിയിലെത്തി. പക്ഷേ ഇവിടെയും നമ്മൾ ഒരു സാധനം ചലിച്ച് മഴ സഹിച്ചുകൊണ്ട് നമുക്ക് ഒന്നും അങ്ങനെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ നല്ലൊരു അറ്റ്മോസ്ഫിയറാണ്, നല്ലൊരു ഫീലാണ് കേട്ടോ ഇവിടെ വരുന്നതൊക്കെ. ഞങ്ങൾ ഇനി ഒരു ദിവസം വരണമെന്ന് തന്നെ കരുതിയിരിക്കുവാണ്. അപ്പോൾ നമ്മുടെ ഈ ട്രിപ്പ് ഇവിടം കൊണ്ട് അവസാനിക്കുന്നു. അപ്പോൾ പുതിയൊരു വിശേഷങ്ങളുമായിട്ട് നമുക്ക് അടുത്ത ഒരു വീഡിയോയിൽ തന്നെ കാണാം. ഓക്കെ, ബൈ ബൈ.